ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുനീർ മണ്ണാർക്കാട്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഓൺ ടച്ച് എന്ന ചാനലിലെ ലേൺ ഇംഗ്ലീഷ് ഫ്രം നേച്ചർ എന്ന ഇംഗ്ലീഷ് ലേണിംഗ് പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ദിസ് ഇസ് അവർ വീഡിയോ നമ്പർ 3. നിങ്ങളെല്ലാവരും ഈ ഒരു കോവിഡ് മഹാമാരി കാലത്ത് നിങ്ങളും കുടുംബവും വീടുകളിൽ സുരക്ഷിതരായിട്ടിരിക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാനും ഈ ഒരു സാഹചര്യത്തിൽ കുറേ ദിവസങ്ങളായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലേൺ ഇംഗ്ലീഷ് ഫ്രം നേച്ചർ എന്ന ഇംഗ്ലീഷ് ലേണിംഗ് വീഡിയോസ് എടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഒരുപാട് ഡിലേ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിന് ഞാൻ ആദ്യമായിട്ടൊരു സോറി പറയുകയാണ്. ഇനിയും വൈകൂടാ എന്നുള്ളത് കൊണ്ട് തൽക്കാലം വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഒന്നാമത്തെ രണ്ടാമത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓർമ്മയുണ്ടോ? We were discussing how to talk about habitual actions in English language. അതായത് പതിവായി ചെയ്യാറുള്ള അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്യാറുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതായിരുന്നു നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? രണ്ടാമത്തെ വീഡിയോയിലോ അതിൻ്റെ തുടർച്ച തന്നെയായിരുന്നു. അതിൽ നമ്മൾ ഒരു ട്രിക്ക് പഠിച്ചത് ഓർമ്മയുണ്ടോ? അയ്യോ ദേവി ട്രിക്ക്. എന്തായിരുന്നു അത്? ഐ, യു, ദേ, വി എന്ന സബ്ജക്റ്റുകൾ വരുമ്പോഴും ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേരൊക്കെ സബ്ജക്റ്റുകളായിട്ട് വരുമ്പോഴും എന്ത് മാറ്റമാണ് വേർബിൽ വരുന്നത് ഹാബിച്വൽ ആക്ഷൻസ് പറയുമ്പോൾ എന്നുള്ളത് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഈ വീഡിയോ നമ്പർ 3 അതിൻ്റെ രണ്ടിൻ്റെയും തുടർച്ചയാണ് കേട്ടോ. അപ്പോൾ അത് കാണാതെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി അത് കണ്ട് തിരിച്ചു വരിക. ആ രണ്ട് വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചത് കാണുക. എന്നിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹാബിച്വൽ ആക്ഷൻസ് അഥവാ സ്ഥിരമായി ചെയ്യാറുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് അല്ലേ? ഒരു കോൺവെർസേഷൻ ആകുമ്പോൾ വെറും സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമല്ലല്ലോ നമ്മൾ സംസാരിക്കുക. നമ്മൾ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും, നമ്മൾ അതിൻ്റെ ഉത്തരം പറയും അല്ലേ? അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ ടുഡേ വി വിൽ ബി ലേണിംഗ് how to make questions related to habitual actions. So let's learn from the video. ഫ്രണ്ട്സ്, നമ്മുടെ ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സെൻറ്റൻസുകൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കുറേ റുണ്ട് എന്ന് അവസാനിക്കുന്ന സെൻറ്റൻസുകളായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അതായത് ഞാൻ എൻ്റെ ശീലത്തെക്കുറിച്ചായിരുന്നു ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ രാവിലെ നടക്കാൻ പോവാറുണ്ട് അല്ലേ? എല്ലാം റുണ്ട് എന്നാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതെല്ലാം എൻ്റെ ശീലത്തെക്കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇനി വേറെ ആളുടെ ശീലത്തെക്കുറിച്ചാണെങ്കിലും അങ്ങനെ റുണ്ട് എന്ന് തന്നെയാണ്. അവൻ കളിക്കാൻ പോവാറുണ്ട്, അവൻ ഉറങ്ങാറുണ്ട്, അവൻ പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാം റുണ്ട് എന്നാണ് ശീലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവസാനിക്കാറുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെയൊക്കെ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം. അതായത് റുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം. അതായത് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്, നീ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ എങ്ങനെയാണ് ചോദിക്കുക? വെരി സിമ്പിൾ. എങ്ങനെയാണ്? ഒരു ഡു വെച്ച് തുടങ്ങിയാൽ മതി. ഡു യു വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? യെസ്, ഐ വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നീ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? യെസ്, ഐ വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇനി എഴുന്നേൽക്കാറില്ലെങ്കിലോ? നോ, ഐ ഡോണ്ട് വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. സിമ്പിൾ അല്ലേ? ഒരു ഡു വെച്ച് നമുക്ക് ചോദ്യം ചോദിക്കാം. ഡു യു വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? യെസ്, ഐ വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇല്ലെങ്കിൽ നോ, ഐ ഡോണ്ട് വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. വേറെ എക്സാമ്പിൾ എടുക്കാം. ഞാൻ രാവിലെ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാറുണ്ട്. ഐ ഈറ്റ് സംതിങ് ലൈറ്റ് ഇൻ ദ മോർണിംഗ്. അതിനെങ്ങനെ ചോദിക്കാം? നീ എന്തെങ്കിലും രാവിലെ കഴിക്കാറുണ്ടോ? ഡു യു ഈറ്റ് എനിത്തിങ് ഇൻ ദ മോർണിംഗ്? യെസ്, ഐ ഈറ്റ് സംതിങ് ലൈറ്റ് ഇൻ ദ മോർണിംഗ്. ഇല്ലെങ്കിലോ? നോ, ഐ ഡോണ്ട് ഈറ്റ് എനിത്തിങ് ഇൻ ദ മോർണിംഗ് അല്ലേ? അപ്പോൾ ഡു വെച്ചിട്ടാണ് നമ്മൾ ഇവിടെയും ഈ ചോദ്യം തുടങ്ങിയത്. ഐ ഗോ ഫോർ എ മോർണിംഗ് വാക്ക്. ഞാൻ രാവിലെ നടക്കാൻ പോവാറുണ്ട്. എങ്ങനെയാണ് ചോദിക്കുക? ഡു യു ഗോ ഫോർ എ മോർണിംഗ് വാക്ക് അല്ലേ? യെസ്, ഐ ഗോ ഫോർ എ മോർണിംഗ് വാക്ക്. ഇല്ലെങ്കിലോ? നോ, ഐ ഡോണ്ട് ഗോ ഫോർ എ മോർണിംഗ് വാക്ക്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അയ്യോദേവി ഓർമ്മയില്ലേ? നമ്മുടെ പഴയ അയ്യോദേവി, ഐ, യു, ദേ, വി പോലെയുള്ള സെൻറ്റൻസുകളുടെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡു വെച്ചിട്ടാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഐ വെച്ചിട്ടുള്ളതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഇനി യു വെച്ചിട്ടുള്ള പറയാം. യു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. നീ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. നീ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ ആക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കണം? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി? യെസ് അല്ലേ? ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. നോ, ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ക്ലിയർ? ഇനി അപ്പോൾ ഐയും യുവും പറഞ്ഞു. ഇനി നമുക്ക് ദേ വെച്ചിട്ട് പറയാം.
ദേ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. അവർ വൈകുന്നേരം ഫുട്ബോൾ കളിക്കാറുണ്ട്. എങ്ങനെയാണ് അവർ വൈകുന്നേരം ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്ന് ചോദിക്കുക. ഡു ദേ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്? യെസ്, ദേ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. ഇല്ലെങ്കിൽ നോ, ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. മനസ്സിലായില്ലേ? അപ്പോൾ ഐ യു ദേ വി പോലെയുള്ള അയ്യോ ദേവി സെൻറ്റൻസുകളാണെങ്കിൽ ഡു വെച്ചിട്ടാണ് റുണ്ടോ എന്ന് അവസാനിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് കേട്ടോ. ഇനി ഹി, ഷീ, ഇറ്റ് ഒരാളുടെ പേരൊക്കെയാണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ അത്തരം സെൻറ്റൻസുകൾക്ക് നിങ്ങൾ എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഡൂക്ക് പകരം അവിടെ ഡസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സിമ്പിൾ അല്ലേ? ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് അതൊന്ന് പഠിച്ചു നോക്കാം. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, ഹി പ്ലേസ് ക്രിക്കറ്റ് ഇൻ ദ മോർണിംഗ്. അവൻ രാവിലെ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അവൻ രാവിലെ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കാം? ഡസ് ഹി പ്ലേ ഫുട്ബോൾ, ഡസ് ഹി പ്ലേ ക്രിക്കറ്റ് ഇൻ ദ മോർണിംഗ്? യെസ്, ഹി പ്ലേസ് ക്രിക്കറ്റ് ഇൻ ദ മോർണിംഗ്. ഇല്ലെങ്കിൽ നോ, ഹി ഡസൻ പ്ലേ ക്രിക്കറ്റ് ഇൻ ദ മോർണിംഗ്. കണ്ടില്ലേ? ഹി വന്നപ്പോൾ ഡൂക്ക് പകരം അവിടെ ഡസ് ആണ് ഉപയോഗിച്ചത് ചോദ്യം ഉണ്ടാക്കാൻ. ക്ലിയർ? ഇനി ഷീ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഷീ സിങ്സ് ഇൻ ദ യൂത്ത് ഫെസ്റ്റിവൽ. അവൾ കലോത്സവങ്ങളിൽ പാടാറുണ്ട്. ഡസ് ഷീ സിങ് ഇൻ ദ യൂത്ത് ഫെസ്റ്റിവൽ? യെസ്, ഷീ സിങ്സ് ഇൻ ദ യൂത്ത് ഫെസ്റ്റിവൽ. നോ, ഷീ ഡസൻ സിങ് ഇൻ ദ യൂത്ത് ഫെസ്റ്റിവൽ. മനസ്സിലായില്ലേ? ഇനി വേറെ ഒരാളുടെ പേര് വെച്ചിട്ടാണ് അത് തുടങ്ങുന്നതെങ്കിലോ? മുനീർ സ്പീക്സ് ഇംഗ്ലീഷ്. മുനീർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. മുനീർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഡസ് മുനീർ സ്പീക്ക് ഇംഗ്ലീഷ്? യെസ്, മുനീർ സ്പീക്സ് ഇംഗ്ലീഷ്. ഇല്ലെങ്കിലോ? നോ, മുനീർ ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ്. ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. അയ്യോ ദേവി, ഐ യു ദേ വി എന്ന സെൻറ്റൻസുകളാണ് നമ്മുടെ ഇംഗ്ലീഷിലെ സെൻറ്റൻസുകളെങ്കിൽ അത്തരം സെൻറ്റൻസുകൾക്ക് ചോദ്യം ഉണ്ടാക്കാൻ ഡു വെച്ച് തുടങ്ങുക. അതല്ല ഹി, ഷീ, ഇറ്റ് ഒരാളുടെ പേരൊക്കെയാണ് സെൻറ്റൻസുകളുടെ തുടക്കത്തിൽ ഉപയോഗിച്ച സബ്ജക്റ്റ് എങ്കിൽ അത്തരം സെൻറ്റൻസുകളുടെ ചോദ്യം ഉണ്ടാക്കാൻ ഡസ് കൊണ്ട് തുടങ്ങുക. സിമ്പിൾ അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും അതിനൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഉത്തരങ്ങളും നെഗറ്റീവായിട്ടുള്ള ഉത്തരങ്ങളും ഉണ്ടാക്കുക. എന്താണ് ഈ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഉത്തരങ്ങൾ? ഫോർ എക്സാമ്പിൾ, ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്? അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? യെസ്, ഹി പ്ലേസ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. റുണ്ട് അല്ലേ? അത് പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസറാണ്. ഇല്ല എന്നാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ള ഒരു ആൻസറാണ് അല്ലേ? നോ, ഹി ഡസൻറ്റ് പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഉത്തരങ്ങളും അതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസൊക്കെ എഴുതി നോക്കുക. ആ എഴുതിയ സെൻറ്റൻസുകൾ സ്വയം പറഞ്ഞു നോക്കുക. കൂടാതെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പിടിച്ചിരുത്തി അവരോട് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ വേഗം ഫ്ലുവൻ്റ് ആയിക്കോളും. അപ്പോൾ ഇതിന് തുടർച്ചയായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വരും ദിവസങ്ങൾ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Please stay home, stay safe. Thank you.